ഞാൻ ഹരി, ഹായ്. ഷൈൻ സ്റ്റാർ കമ്പനി. ഓക്കെ. ഓക്കെ. പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് എങ്ങനെയാണ് നിങ്ങളിത് കണ്ടെത്തിയത്? FGC റീബാർ റീബാർ ഞാൻ ഈ യൂട്യൂബിലോ? യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഉം. പിന്നെ ചില പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് സജഷൻ അപ്പൊ നിങ്ങളുടെ കമ്പനിയുടെ ഏജൻസി നമ്മളുടെ ഒരു മീറ്റിംഗിൽ വന്നിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ തന്നിരുന്നു. അപ്പോഴാണ് ഇത് യൂസ് ചെയ്യാൻ തീരുമാനിച്ചത്. ഓക്കെ. പിന്നെ ഇത് മെറ്റീരിയൽ നമ്മൾ വേറെ എവിടെ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടോ? യൂസ് ചെയ്ത് കണ്ടിട്ടില്ല, അതിന്റെ വീഡിയോസേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എന്റെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് ഞാൻ കൺസൾട്ട് ചെയ്തിരുന്നു. അവര് കേരളത്തിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, ബോംബെയിലുണ്ട്, ദുബായിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ആൾക്കാരായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു റിസൾട്ട് അന്വേഷിച്ചിട്ട് തന്നെയാണ് ധൈര്യമായിട്ട് അറിയാം. ഓക്കെ, ശരി. നമുക്കിത് എങ്ങനെയാണ് ഇതിന്റെ കോസ്റ്റ്, ലേബർ എങ്ങനെയായിരുന്നു? ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതോ ഫാസ്റ്റ്? ബുദ്ധിമുട്ടൊന്നുമില്ല, മറ്റേ സ്റ്റീൽ ഉപയോഗിക്കുന്നതിനേക്കാളും ഈസിയാണിത്. പിന്നെ വർക്ക് ചെയ്യാനുള്ള ലേബർ ഇൻപുട്ട് കമ്പാരിറ്റീവ്ലി പ്രത്യേക ആൾക്കാരായിട്ട് ചെയ്തില്ല. എന്തായാലും ഒരു 1/3 എങ്കിലും ഇതിന് കുറവാണ്. അപ്പം അതിൽ സേവിങ്സ് ഉണ്ടാവും. ഇത് ടോട്ടൽ ഇപ്പൊ എത്ര സ്ക്വയർ ഫീറ്റുള്ള ഏരിയ ആണ് ഇത്? ഇത് 1500 സ്ക്വയർ ഫീറ്റ് സ്ലാബ് ഏരിയ. അപ്പൊ നിങ്ങളുടെ മേൽക്കൂര ഇതിന് സെക്ഷൻ FGC റീബാർ യൂസ് ചെയ്യാൻ എന്താ നിങ്ങളെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്, ഞാൻ കോൺക്രീറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള സംഗതി കോൺക്രീറ്റ് അല്ല, കോൺക്രീറ്റിലെ റീബാറാണ്. ഈ കമ്പി തുരുമ്പെടുക്കുന്നു എന്നുള്ളതാണ് കോൺക്രീറ്റിനെ ഇപ്പോൾ നശിപ്പിക്കുന്ന ഒരു സംഗതി. അല്ലെങ്കിൽ കോൺക്രീറ്റ് എവർ ലാസ്റ്റിംഗ് ആയ ഒരു സംഗതിയാണ്. അപ്പൊ റസ്റ്റിംഗ് വരാത്ത ഒരു മെറ്റീരിയൽ എന്തുകൊണ്ട് സ്റ്റീലിന് പകരം കണ്ടെത്തിക്കൂടാന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സംഗതി ഓൾറെഡി മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഇത് ഞാൻ കാത്തിരുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പൊ അതിന് ബാക്കി ടെക്നിക്കൽ ഡീറ്റെയിൽസ്, അതിന്റെ സ്ട്രെങ്ത് ഡീറ്റെയിൽസ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതെല്ലാം ഞാൻ ഡീറ്റെയിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ ആണെന്ന് ഉറപ്പുണ്ട്. അങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ കാത്തിരിക്കായിരുന്നു. അപ്പൊ ഇതിലേക്ക് എത്തിയത് അങ്ങനെ തന്നെ നല്ലൊരു കാര്യമായി. റഫീഖ്. ഓക്കെ. അപ്പോൾ നമ്മള് രവി സാറിന്റെ സൈറ്റ് വീട് ഇതാണ്, കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ എങ്ങനെയാണ് സാറേ നമ്മളെ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ളൊരു അഭിപ്രായം? പ്രൊഡക്റ്റിനെ പറ്റിയൊരു അഭിപ്രായം എന്ന് പറയാൻ, നമ്മുടെ എഞ്ചിനീയർ മനോജ് എപ്പോഴും പുതിയ കണ്ടെത്തലുകളും പഴയ ഇന്നോവേഷനൊക്കെ നടത്തുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എനിക്ക് 25 കൊല്ലമായിട്ടുള്ള പരിചയമുണ്ട്. ഓക്കെ. പഴയ വീടും ചെയ്ത് അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഞാൻ എഞ്ചിനീയറിലുള്ളൊരു വിശ്വാസമാണ് ഇങ്ങനെ പ്രൊഡക്റ്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൂടെ ചോദിച്ചപ്പോൾ, ഉപയോഗിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എനിക്കും തോന്നിയിരുന്നു ഈ കമ്പി എന്താണെങ്കിലും തുരുമ്പ് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് ഈ കമ്പിയുടെ പ്രശ്നമാണ്, തുരുമ്പ് പിടിച്ചിട്ടാണ് ലീക്കേജും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് നമുക്ക് ശ്രമിച്ചൂടെ, പേടിയുണ്ടോന്ന് വെച്ചു. എന്ത് പേടി, ഞാൻ എന്തുവരും പഠിച്ചിട്ടില്ല, പിന്നെ എഞ്ചിനീയർ ആണല്ലോ അത് പഠിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് മൂവ് ചെയ്തത്. ഉണ്ടായില്ല, അവര് പറഞ്ഞ സമയത്ത് തന്നെ സാധനങ്ങളൊക്കെ എത്തിച്ചു. കറക്റ്റ് ആയിരുന്നു. 10 മണിക്ക് എത്ര എന്ന് പറഞ്ഞു, 10 മണിക്ക് തന്നെ കൃത്യമായി സാധനങ്ങൾ എത്തിച്ചു. എല്ലാ കാര്യങ്ങളും ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ.